ഹിമാലയത്തിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏതൊരാളുടെയും സ്വപ്നമാണല്ലോ ഇങ്ങനെയുള്ള യാത്രകൾ. 11-ാം തീയതി തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച ഹിമാലയത്തിലെ ബ്രഹ്മത്താൽ രൂപുണ്ട് യാത്ര അവസാനിക്കുന്നത് 27-ാം തീയതിയാണ്. ഷൊർണൂർ നിന്നും 3 മണിക്കുള്ള ഋഷികേശ് ട്രെയിനിലാണ് പോകുന്നത്. 13-ാം തീയതി ഗംഗാ ആരതി കഴിഞ്ഞ ശേഷം അവിടെ നിന്നും ട്രക്കിലായിരിക്കും പിന്നീടുള്ള യാത്ര ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരത്തേക്കും അവിടെ നിന്നും ഉടുപ്പ് വഴി സൂററ്റ് വഴി ഹരിദ്വാറിലേക്കും അവിടെ നിന്നും ഋഷികേശിൽ 13-ാം തീയതിയാണ് എത്തിച്ചേരുന്നത്. 31,000 രൂപയാണ് ഈ യാത്രയ്ക്കായി ചിലവാകുന്ന തുക. ഭക്ഷണവും ഇതിൽ ഉൾപ്പെടും. കൂടാതെ യാത്രയ്ക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങൾ ഏകദേശം 5,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ്. അതൊക്കെ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വാങ്ങാൻ കഴിയും. കൂടാതെ യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ അവിടെ നിന്നും വാടകയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ വില കുറഞ്ഞ രീതിയിൽ സാധനങ്ങൾ ഒരു തവണ ഉപയോഗിക്കുന്നതും അവിടെ ലഭിക്കുന്നതാണ്. ഇനി എന്തൊക്കെ സാധനങ്ങളാണ് ഈ യാത്രയ്ക്ക് ആവശ്യമായി വരുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെൽപ്പാടങ്ങളും ചോളവും എല്ലാം നിറഞ്ഞ കൃഷിയിടങ്ങൾ താണ്ടിയുള്ള ഈ യാത്ര ജീവിതത്തിലെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ യാത്രയും ജീവിതത്തിലെ പുതിയൊരു അനുഭവം തന്നെയായിരിക്കും. ഹിമാലയൻ യാത്രയിൽ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകണം. ആർക്കെങ്കിലും ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഹിമാലയ യാത്രകൾ നിങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.